Hello friends, welcome to channel 𝙑𝙗𝙙𝙬𝙬 സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ ഇത് ആക്ച്വലി OneCard യൂസേഴ്സിനുള്ള ഒരു ന്യൂസ് ആണ്. ആക്ച്വലി പ്രത്യേകിച്ച് OneCardന്റെ IDFC ബാങ്കിന്റെ OneCard ഉപയോഗിക്കുന്നവർക്കുള്ള ഒരു ന്യൂസ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ OneCard എന്ന് പറയുന്നത് കുറേ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഒരു ക്രെഡിറ്റ് കാർഡ് ഇറക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OneCardന് IDFC ആണ് ഫസ്റ്റ് തുടങ്ങിയത്. IDFC ബാങ്ക് ഫസ്റ്റ് ബാങ്ക് ഉണ്ട്, അതേപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്, ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ റീസെൻ്റ്ലി ആഡ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് OneCard ലൈറ്റ് ആണ്, അത് SBM ബാങ്കായിട്ട് ടൈപ്പ് ഉള്ളതാണ്, അതായത് FD കാർഡാണ്. അപ്പോൾ അത് വേറെ സെഗ്മെൻ്റാണ്. അപ്പോൾ ഈ നാല് ബാങ്കായിട്ടാണ് ഇപ്പോൾ ആക്ച്വലി നോർമലി OneCard ക്രെഡിറ്റ് കാർഡ് ഇറക്കി തുടങ്ങിയത്. അപ്പോൾ കുറേ കാലമായിട്ട് അത്യാവശ്യം കുറേ കാലമായിട്ട് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ റീസെൻ്റ്ലി ആഡായ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ ഫസ്റ്റ് ഇവർ തുടങ്ങിയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് IDFC ബാങ്കിൻ്റെ ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് തൊട്ട്. അപ്പോൾ ഇവർ ആക്ച്വലി ഇപ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മൾ ഇവരെ ഫസ്റ്റ് എടുത്ത കാർഡൊക്കെ ചിലപ്പോൾ IDFC കാർഡിൻ്റെ ബാങ്കിൻ്റെ കാർഡായിരിക്കും OneCard വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു ഓഫർ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി OneCard IDFC കാർഡ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് IDFCയുടെ സെലക്ട് കാർഡോ അല്ലെങ്കിൽ പിന്നെ ഏതാ വെൽത്ത് കാർഡിലേക്കോ മാറ്റാൻ പറ്റും. അതായത് IDFC ബാങ്കിൻ്റെ ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡാണിത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കൺവേർട്ട് ഓപ്ഷൻ വരും. എന്താ വെച്ചാൽ നമുക്ക് ഫസ്റ്റ് ഡിസംബർ 2022 കൂടി നമ്മുടെ ഈ OneCardൻ്റെയും IDFC ബാങ്കിൻ്റെയും ഒരു പാർട്ട്ണർഷിപ്പ് അവർ നിർത്തുകയാണ്. എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് നിർത്തുകയാണ്. എന്ന് വെച്ചാൽ ബാങ്ക് ഓഫ് ബറോഡ ആഡ് ചെയ്തതിന് ശേഷം അവർ ഈ ബാങ്കായിട്ട് ടൈപ്പ് നിർത്തുകയാണ്. അപ്പോൾ ഈ കാർഡ് ഉള്ളവർക്ക് നിങ്ങൾക്ക് IDFC ബാങ്കിൻ്റെ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡിലേക്ക് ഒരു ജമ്പിങ് കിട്ടും. അതായത് നിങ്ങൾക്ക് IDFC കാർഡിൻ്റെ ഡയറക്റ്റ് ക്രെഡിറ്റ് കാർഡ് കിട്ടും, വേറെ ഒന്നും ഓപ്ഷൻ ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ തന്നെ ഈ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും കേട്ടോ. അപ്പോൾ ഈ ചിലർക്ക് ചിലപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ IDFC കാർഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ കാർഡായിരിക്കും ഓപ്ഷൻ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബാങ്ക് ഓഫ് ബറോഡ IDFC OneCard വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടൈം പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ കിട്ടും. അതായത് നിങ്ങളുടെ OneCard മാറിയിട്ട് നോർമൽ IDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓഫേഴ്സ് അങ്ങനെയുള്ള കാര്യം അറിയായിരിക്കും. IDFC ബാങ്കും എൻ്റെ കാർഡുകളും ഫ്രീ കാർഡ് തന്നെയാണ്. റിവാർഡ് സിസ്റ്റമൊക്കെ നമ്മുടെ OneCardൻ്റെ പോലെ അല്ലെങ്കിലും അത്യാവശ്യം ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ വലിയ പ്രോബ്ലം ഇല്ലാത്ത കാർഡ് തന്നെയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ ഒരു പ്രീമിയം കാർഡ്സാണ് നമുക്ക് ആക്ച്വലി ഒരു OneCardൻ്റെ ഒരു റീപ്ലേസ് ആയിട്ട് തരുന്നത്. അപ്പോൾ അത് നല്ല കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ അവർക്ക് 4-5 കാർഡ് ഉണ്ട്. അതിൽ വെൽത്ത് കാർഡും സെലക്ട് കാർഡുമാണ് ഏറ്റവും പ്രീമിയം കാർഡായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ തന്നെ OneCardൻ്റെ ആപ്പിൽ തന്നെ ഈ അപ്ഗ്രേഡ് ഓപ്ഷൻ വരിക. എന്ന് വെച്ചാൽ നോർമലി ബാങ്ക് ഓഫ് ബറോഡ കാർഡിലേക്ക് മാറ്റാനുള്ള ഓപ്ഷനാണ് വരിക. എന്ന് വെച്ചാൽ OneCard തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ കാർഡിലേക്ക് മാറും. അപ്പോൾ ആ ഓപ്ഷനാണ് വരിക. അപ്പോൾ കുറച്ച് പേർക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ കുറച്ച് പേര് മുമ്പേ നമ്മുടെ അടുത്ത് മെസ്സേജ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ സംഭവം വന്നിട്ട്. പക്ഷേ അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഈ ഡിസംബർ വരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ IDFC ബാങ്കിലേക്ക് മാറട്ടെ. അപ്പോൾ OneCardൽ നിന്ന് മാറും, IDFC ബാങ്കിൻ്റെ കാർഡ് ഔട്ടാണ്. അതാണ് ഒരു ഡിഫറൻസ് വരിക. അപ്പോൾ ഈ ഒരു ന്യൂസ് ആക്ച്വലി അറിയിക്കാനാണ് നമ്മൾ ആക്ച്വലി വന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയത്തിൻ്റെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ Instagram, Facebook ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ Amazonൽ ഒരു പേജ് തുടങ്ങിയാണ് നമ്മുടെ ചാനലിൻ്റെ പേജ്. ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ മറക്കണ്ട. നിങ്ങൾ നല്ല URL കണ്ടിട്ടുണ്ടായിരിക്കും, ഒന്ന് നോക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് എന്തായാലും Amazon പർച്ചേസിങ് കുറച്ച് എളുപ്പമാക്കാനുള്ള വെബ്സൈറ്റ് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.